ഇത് പള്ളിമണ്ണ ശിവക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് കുമ്പളങ്ങാട് എന്ന മനോഹരമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വളരെ പുരാതനമായ പള്ളിമണ്ണ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിച്ചു പോരുന്ന ഒന്നാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ ഒരു സംരക്ഷിത സ്മാരകമാണ്. തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന പുഴയ്ക്ക് അഭിമുഖമായി കുടികൊള്ളുന്ന മഹാദേവൻ ഈ ക്ഷേത്രത്തെ കാശിക്ക് സമാനമാക്കുന്നു. ആയതിനാൽ തന്നെ ഇവിടെ ബലിതർപ്പണത്തിനായി ധാരാളം ഭക്തർ എത്താറുണ്ട്. മഹാദേവന് പുറമെ ഗണപതി, നാഗങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതകളുമുണ്ട്. ഇവിടെ ഗണപതി മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ഗണപതി ശിവന്റെ മകൻ എന്ന സങ്കല്പത്തിലാണ് കുടികൊള്ളുന്നത്. എങ്കിൽ ഇവിടെ മഹാഗണപതി പ്രതിഷ്ഠാസങ്കല്പമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ ആലത്തൂർ മനക്കാരും അവണപ്പറമ്പ് മനക്കാരുമാണ്. കേരളീയ വാസ്തുകലയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം വെട്ടുകല്ലിലാണ് പണിതിരിക്കുന്നത്. കാലാന്തരത്തിൽ കേടുപാടുകൾ വന്ന ഊട്ടുപുര പുരാവസ്തു വകുപ്പ് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരാതന രീതിയിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിമന്റിന് പകരമായി ചുണ്ണാമ്പും ശർക്കരയും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച മിശ്രിതമാണ് തേപ്പിനെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിന് സിമന്റിനേക്കാൾ ഉറപ്പാണ്. വലിയ ആനപ്പള്ള മതിലിൻ്റെ തകർന്ന ഭാഗങ്ങളെല്ലാം ചെങ്കല്ല് ഉപയോഗിച്ച് അതേ രീതിയിൽ തന്നെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അതിപുരാതനമായ ക്ഷേത്രമാണ് പള്ളിമണ്ണ ശിവക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ചുമർ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള കാരണം കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമാണ് പള്ളിമണ്ണ. ചുമർ ചിത്രങ്ങൾക്ക് ഏതാണ്ട് 450 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പുരാവസ്തു വകുപ്പ് കണക്കാക്കിയേക്കുന്നത്. അപ്പോൾ അവരുടെ സംരക്ഷിത സ്മാരകമായിട്ട് അവർ സംരക്ഷിച്ചു വരികയാണ് ക്ഷേത്രം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് പള്ളിമണ്ണ ശിവക്ഷേത്രം. ക്ഷേത്രത്തിൽ ശിവരാത്രി, പ്രതിഷ്ഠാദിനം, നവരാത്രി ആഘോഷം ഇതൊക്കെയാണ് കാലങ്ങളായിട്ട് ആഘോഷിച്ചു വരുന്നത്. പിന്നെ വിശേഷാൽ ബാഹുബലിക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണത്തിന് നടത്തി പോകാറുണ്ട്. തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന പുഴയും പുഴയ്ക്ക് അഭിമുഖമായിരിക്കുന്ന മഹാദേവനും ആണ് പള്ളിമണ്ണ. ഇതിൻ്റെ സ്ഥലമാഹാത്മ്യത്താൽ കാശിക്ക് സമമെന്നാണ് പള്ളിമണ്ണ കരുതപ്പെട്ടു പോരുന്നത്. ബലിതർപ്പണത്തിന് തിരുനെല്ലിക്ക് സമമെന്നാണ് പള്ളിമണ്ണ കരുതുന്നത്. അതുകൊണ്ട് എല്ലാ വാവുബലിക്കും കർക്കിടവാവ്, തുലാമാസ വാവ്, ശിവരാത്രി വാവുബലി അങ്ങനെ 3 പ്രത്യേക വാവുബലി ദിവസങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് ബലിതർപ്പണത്തിന് എത്തിച്ചേരാറുണ്ട്. ക്ഷേത്രത്തിൽ ഗണപതി പ്രതിഷ്ഠ, പിന്നെ സർപ്പ പ്രതിഷ്ഠ, ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠ അങ്ങനെ 3 പ്രതിഷ്ഠകളാണ് ഉപദേവന്മാരായിട്ടുള്ളത്. അതിൽ ഗണപതി പ്രതിഷ്ഠ ശിവൻ്റെ മകനായിട്ടുള്ള പ്രതിഷ്ഠാ സങ്കല്പമല്ല എന്നാണ് കരുതപ്പെട്ട് വരുന്നത്. മഹാഗണപതി പ്രതിഷ്ഠയാണെന്നാണ് കരുതപ്പെട്ട് വരുന്നത്. വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുന്ന ശിവസങ്കല്പമാണ് പള്ളിമണ്ണയിൽ. ആയതിനാൽ അഭീഷ്ടവരദായകനും കല്യാണമൂർത്തിയുമായിട്ടാണ് പള്ളിയണ്ണപ്പനെ കരുതപ്പെടുന്നത്.
ആഗ്രഹ സഫലീകരണത്തിനായി പള്ളിമണ്ണപ്പനെ ഭജിച്ചാൽ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുമെന്നാണ് വിശ്വാസം. ഈ ഐതിഹ്യത്തിൻ്റെ പ്രചാരം കൊണ്ട് ആയിരിക്കാം നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി പള്ളിമണ്ണപ്പനെ ഭജിക്കാറുണ്ട്. അഭീഷ്ടവരദായകനാണ് പള്ളിമണ്ണപ്പൻ. ഭൂപരിഷ്കരണത്തിന് മുമ്പേ 12,000-ൽ പരം പാട്ടം കിട്ടിയിരുന്ന അതിസമ്പന്നമായ ക്ഷേത്രമായിരുന്നു പള്ളിമണ്ണ ക്ഷേത്രം. ഭൂപരിഷ്കരണം നടപ്പാക്കിയപ്പോൾ അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ വരുമാനം നിലയ്ക്കുകയും ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായ അവണപ്പറമ്പ്, ആലത്തൂർ മന, ഊരായ്മ ദേവസ്വം അത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൈമാറുകയാണ് ഉണ്ടായത്. 1988 കൊച്ചിൻ ദേവസ്വം ബോർഡ് പള്ളിമണ്ണ ക്ഷേത്രം ഏറ്റെടുത്ത് പിന്നെ അവരുടെ ഭരണത്തിന് കീഴിലാണ് ഇപ്പോൾ നിലവിൽ പള്ളിമണ്ണ ക്ഷേത്രം ഉള്ളത്. അത്രയും അതിസമ്പന്നമായ ക്ഷേത്രമായിരുന്നു. ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷമാണ് അതിൽ വരുമാനം നിലച്ച് ഇത്തിരി മോശാവസ്ഥയിലേക്ക് എത്തി. അതിന് ശേഷമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പിന്നെ ക്ഷേത്രം ഏറ്റെടുത്ത് ഇപ്പോൾ അതിൻ്റെ വികസന പാതയിലാണ്. കേന്ദ്ര പുരാവസ്തു വകുപ്പ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അവർ ഊട്ടുപുരയുടെ പണി, പത്തായപ്പുര, ക്ഷേത്രം, ശ്രീകോവിൽ, അങ്ങനെ ചുറ്റുമതിലിൻ്റെ പണികൾ അങ്ങനെയൊക്കെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ക്ഷേത്രക്കുളത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാമെന്നാണ് ഉപദേശക സമിതിക്ക് പുരാവസ്തു വകുപ്പ് നൽകിയ ലെറ്റർ പ്രകാരം അറിയുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. പള്ളിമണ്ണ ക്ഷേത്രത്തിലേക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളം റോട്ടിൽ കാഞ്ഞിരക്കോട് സെൻട്രലിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള വഴി. കുമ്പളങ്ങാട് വഴിയും എത്താം, വടക്കാഞ്ചേരി കുമ്പളങ്ങാട് വഴിയും ക്ഷേത്രത്തിലേക്ക് എത്താം. വടക്കാഞ്ചേരിയിൽ നിന്ന് 3.5 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ദൂരം. ക്ഷേത്രം കാലത്ത് 5 മണിക്ക് നട തുറക്കും, വൈകിട്ട് 9:30-ക്ക് അടയ്ക്കും. വൈകുന്നേരം 5 മണിക്ക് നട തുറപ്പ്, 7:30-ക്ക് നട അടയ്ക്കും. തുലാമാസം 10-ാം തീയതിയും മേടമാസത്തിലെ 10-ാം തീയതിയും ഉദയസൂര്യൻ്റെ രശ്മികൾ മഹാദേവൻ്റെ വിഗ്രഹത്തിൽ പതിക്കുന്നു എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ ശിവരാത്രിക്ക് പുറമെ പ്രതിഷ്ഠാദിനം, നവരാത്രി എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. കർക്കിടക വാവ്, തുലാമാസ വാവ്, കുംഭമാസത്തിലെ വാവ് എന്നിവയ്ക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ബലിതർപ്പണത്തിന് എത്തിച്ചേരാറുള്ളത്. വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുന്ന മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. കല്യാണമൂർത്തി ആയതിനാൽ തന്നെ അഭീഷ്ടവരദായകനും ആശ്രിതവത്സലനുമാണ് പള്ളിമണ്ണപ്പൻ എന്നാണ് വിശ്വാസം.